ഈ ഡീപ്പ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്ത് ബോസുമായി ഒരു 1-to-1 മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ആ കാലണ്ടർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയാണല്ലേ? അതെ, ഉള്ളിൽ ഒരു ചെറിയ ഭയം തോന്നാത്തവരായി നിങ്ങളിൽ ആരെങ്കിലുമുണ്ടോ? എത്ര മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ആ ഒരു നിമിഷം ഹൃദയമിടിപ്പ് അല്പം കൂടും. തീർച്ചയായും. നമ്മുടെ പഴയ ഇമെയിലുകളും നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകളും ഒക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങുന്ന സമയമാണത്. കൃത്യം. ഈ മീറ്റിംഗിൽ നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. അപ്പോൾ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന കുറിപ്പുകൾ കോർപ്പറേറ്റ് ലോകത്തെ ഈ പേടിയെ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവുമായി വളരെ രസകരമായി ബന്ധിപ്പിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായൊരു താരതമ്യമാണത്. അതെ, നാം എന്തിനാണ് ഈ ജീവിതം ജീവിച്ചു തീർക്കുന്നത് എന്ന വലിയ ചോദ്യത്തിന് സ്രോതസ്സ് നൽകുന്ന ഉത്തരം ദൈവവുമായുള്ള ആ അന്തിമ കൂടിക്കാഴ്ചയാണ് എന്നാണ്. ഖുർആനിലെ 41-ാം അധ്യായമായ സൂറ ഫുസ്സിലത്തിലെ 54-ാം വചനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കുറിപ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ശരിയാണ്. മനുഷ്യർ അവരുടെ നാഥനുമായി കണ്ടുമുട്ടുമെന്ന കാര്യത്തിൽ സംശയാലുകളാണ്. എന്നാൽ അവൻ എല്ലാത്തിനെയും വലയം ചെയ്യുന്നവനാണ് എന്നാണ് ആ വചനം പറയുന്നത്. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് സംശയാലുകളാകുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ആ മീറ്റിംഗിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതാണെന്നാണ്. അതെ, ഒരുപക്ഷെ അത് അംഗീകരിക്കാൻ നമ്മൾ ഭയപ്പെടുന്നതുകൊണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 1-to-1 മീറ്റിംഗ് നാളെയോ മറ്റന്നാളോ നടക്കുമെന്ന് നമുക്കറിയാം. അതെ, അത് കാലണ്ടറിൽ കാണാമല്ലോ. കൃത്യം. പക്ഷേ ഈ അന്തിമ കൂടിക്കാഴ്ച എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മനുഷ്യർക്ക് എപ്പോഴും ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ചെറിയ സുഖസൗകര്യങ്ങളെ അത് ബാധിക്കുമോ എന്ന ഭയം കൊണ്ടാകാം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും. ഈ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലൂടെയെല്ലാം കടന്നുപോകുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കും. വെറുതെ ഒരു നല്ല ജീവിതം ജീവിച്ച് മരിച്ചാൽ പോരെ എന്നൊക്കെയുള്ള സാധാരണക്കാരുടെ ചിന്തകൾ വരുന്നത് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അത് ശരിയാ. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആ വലിയ മീറ്റിംഗ് എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിക്കും അർത്ഥം നൽകുന്നത് എന്ന് സ്രോതസ് വ്യക്തമാക്കുന്നുണ്ട്. ആ അന്തിമ കൂടിക്കാഴ്ചയിൽ നമ്മുടെ ബോസ്, അതായത് ദൈവം, എല്ലാത്തിനെയും വലയം ചെയ്യുന്നവനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫീസിലെ മാനേജർക്ക് നമ്മുടെ ചില കാര്യങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ അല്ലേ? അതെ. എന്നാൽ ഈ വലിയ മീറ്റിംഗിൽ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ വരെ വിലയിരുത്തപ്പെടും. ഓഹോ, അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഓഫീസിലെ പെർഫോമൻസ് റിവ്യൂ സമയത്ത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ ജോലി ഏറ്റവും മികച്ച രീതിയിലാണ് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ മാനേജറിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും. അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള അന്തരം നമ്മൾ തിരിച്ചറിയുന്നത്. അതെ. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. ഇതൊരു പാചക മത്സരം പോലെയാണെന്ന് തോന്നുന്നു. എങ്ങനെ? അതായത്, നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്നു. അത് ലോകത്തിലെ ഏറ്റവും മികച്ച കേക്കാണെന്ന് നാം സ്വയം വിശ്വസിക്കുന്നു. അതിൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചു, വില കൂടിയ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അതിലിട്ടു, അതിന് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ നാം കരുതുന്നു. ശരി. പക്ഷെ വിധികർത്താക്കൾ വന്ന് അത് രുചിച്ച് നോക്കുമ്പോൾ അതിലെ ബേക്കിംഗ് പൗഡറിന്റെ അളവ് കൂടിയെന്നോ അല്ലെങ്കിൽ വേണ്ടത്ര മൃദുത്വമില്ലെന്നോ അവർ കണ്ടെത്തുന്നു. നമ്മൾ സ്വയം നൽകിയ മാർക്കും വിധികർത്താക്കൾ നൽകിയ മാർക്കും തമ്മിലുള്ള ആ വ്യത്യാസം കണ്ടില്ലേ? കൃത്യമായ ഉദാഹരണം. ആ കേക്കിന്റെ ഉദാഹരണത്തിൽ വിധികർത്താക്കൾ നോക്കുന്നത് നിങ്ങൾ എത്ര മണിക്കൂർ അടുക്കളയിൽ വിയർപ്പൊഴുക്കിയെന്നല്ല, മറിച്ച് ആ കേക്കിന്റെ യഥാർത്ഥ രുചിയാണ്. ആഹാ, അതായത് ഫലം മാത്രമാണ് അവർ നോക്കുന്നത്. അതെ. ഒരുപക്ഷെ നമ്മൾ ഉപയോഗിച്ച പാചകക്കുറിപ്പ് തന്നെ തെറ്റായിരിക്കാം. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചേരുവകൾ ചേർത്ത് കേക്കുണ്ടാക്കിയിട്ട് അത് വിധികർത്താക്കൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. അതെ, അവർക്കെന്താണോ വേണ്ടത് അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മുടേതായൊരു ന്യായീകരണമുണ്ടാകും. ഞാൻ എന്റേതായ രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടല്ലോ എന്നാകും നാം ചിന്തിക്കുക. എന്നാൽ അത് വിലയിരുത്തുന്ന ആളുടെ, അതായത് തൊഴിലുടമയുടെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമായിരിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല, മറിച്ച് നമ്മെ വിലയിരുത്തുന്ന ആള് എന്ത് ചിന്തിക്കുന്നു എന്നതിനാണ് ഇവിടെ പ്രാധാന്യം. എന്നുവെച്ചാൽ ദൈവവുമായുള്ള കൂടിക്കാഴ്ചയിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സ്രോതസ് അടിവരയിട്ട് പറയുന്നു, അല്ലേ? അതെ.
നാം നല്ലതാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും ആ അന്തിമ വിലയിരുത്തലിൽ മതിയായെന്ന് വരില്ല. ആ പെർഫോമൻസ് റിവ്യൂവിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് ജീവിതത്തിൽ എന്തു നേടി, ദൈവം നൽകിയ വിഭവങ്ങളും അനുഗ്രഹങ്ങളും എങ്ങനെ ഉപയോഗിച്ചു, വ്യക്തിത്വത്തിലും സ്വഭാവത്തിലും എത്രത്തോളം പുരോഗതി നേടി തുടങ്ങിയ കാര്യങ്ങൾ ആ വലിയ മീറ്റിംഗിൽ നാം കാണിക്കേണ്ടതുണ്ട്. തീർച്ചയായും. ശരി, ഈ പെർഫോമൻസ് റിവ്യൂ വരുന്നുണ്ടെന്ന് നമ്മൾക്കറിയാം. പക്ഷേ ഓഫീസിലാണെങ്കിൽ മാനേജർ ഒരു ലിസ്റ്റ് തരും. ഇതൊക്കെയാണ് നിന്റെ ടാർഗറ്റ് എന്ന് പറയും. അതെ. ജീവിതത്തിൽ ആരും അങ്ങനൊരു ലിസ്റ്റ് തരുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് നോക്കി ജോലി ചെയ്യും? ആരും നേരിട്ട് നിർദ്ദേശങ്ങൾ തരാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും ആത്മീയമായ ഒരു ആശയത്തെ വിശദീകരിക്കാൻ എന്തിനാണ് കോർപ്പറേറ്റ് ലോകത്തെ ഇത്രയും സാധാരണമായ ഒരു ഉദാഹരണം സ്രോതസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് സ്രോതസ്സിൽ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഓഫീസ് ഉദാഹരണം നൽകിയിട്ടുള്ളത്. മനോഹരമായ ഒരു ഓഫീസ് സങ്കല്പിക്കുക. നിങ്ങളെ വളരെ മനോഹരമായ ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. ശരി. അവിടെ AC-യൊക്കെ ഇട്ട് ഏറ്റവും മികച്ച അന്തരീക്ഷമാണ്. വില കൂടിയ കമ്പ്യൂട്ടറുകളുണ്ട്, വിശ്രമിക്കാൻ മനോഹരമായ ഇടമുണ്ട്, നിങ്ങൾക്കാവശ്യമായ ഭക്ഷണവും പാനീയങ്ങളുമെല്ലാം അവിടെ കൃത്യമായി ലഭിക്കുന്നുണ്ട്. വാവ്, അതൊരു കിടിലൻ ഓഫീസാണല്ലോ. അതെ. എന്നാൽ നിങ്ങൾ അവിടെ എന്ത് ജോലി ചെയ്യണം എന്ന് മാത്രം ആരും നിങ്ങളോട് പറയുന്നില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യത്തെ കുറച്ചു ദിവസം നമ്മൾ ആ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് അവിടെ വെറുതെ ഇരിക്കും. വീഡിയോ ഗെയിം കളിക്കുകയോ സിനിമ കാണുകയോ ഒക്കെ ചെയ്യും. ശരിയാണ്. പക്ഷേ എത്ര ദിവസം അങ്ങനെ ഇരിക്കാൻ കഴിയും? മനുഷ്യർക്കെപ്പോഴും എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. വെറുതെ ഇരിക്കുക എന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ വലിയൊരു മാനസിക ബുദ്ധിമുട്ടായി മാറും. നമുക്ക് എന്തെങ്കിലും അർത്ഥവത്തായ കാര്യം ചെയ്യണം എന്ന് തോന്നിത്തുടങ്ങും. അതാണ് മനുഷ്യന്റെ മനഃശാസ്ത്രം. യാതൊരു ലക്ഷ്യവുമില്ലാതെ ആഡംബരങ്ങളിൽ മാത്രം ജീവിക്കുക എന്നത് മനുഷ്യനെ വലിയൊരു ശൂന്യതയിലേക്ക് നയിക്കും. ആ കമ്പനിയുടെ ലക്ഷ്യം എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനും നിങ്ങളുടെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് അതിൽ പങ്കുചേരാനും നിങ്ങൾ ശ്രമിച്ചു തുടങ്ങും. അപ്പോ സ്രോതസ് ഈ ഓഫീസ് ഉദാഹരണത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുകയാണല്ലേ? അതെ, വളരെ കൃത്യമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ദൈവം നമുക്ക് ജീവിതം നൽകി, ഹൃദയമിടിപ്പ് നൽകി, ഭക്ഷണം, വീട്, ഊർജം, വെള്ളം, കുടുംബം, സുഹൃത്തുക്കൾ എന്നിങ്ങനെയെല്ലാം നൽകി. കൂടാതെ ആ പരമോന്നതനായ CEO-യുമായി ബന്ധപ്പെടാനുള്ള വഴിയും നൽകി. ഈ പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും പോലും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അവ കൃത്യമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അവയെന്നും വെറുമൊരു അലങ്കാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടതല്ല. അപ്പൊ മനുഷ്യന്റെ ലക്ഷ്യം വെറുതെ ഈ ഭൂമിയിൽ ജീവിക്കുക, മരിക്കുക എന്നത് മാത്രമായിരിക്കില്ല. ഈ വലിയ ഓഫീസിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് മാത്രം എവിടെയും എഴുതി വെച്ചിട്ടില്ല. അതെ, എവിടെയും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്താൽ മാത്രം മതിയോ? ഈ നൽകപ്പെട്ട സൗകര്യങ്ങൾക്കെല്ലാം പകരമായി വെറും പ്രാർത്ഥനകൾ മതിയോ? സ്രോതസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഇതിനകം തന്നെ ദൈവത്തെ വാഴ്ത്തുന്നുണ്ട് എന്നാണ്. മരങ്ങളും മലകളും നക്ഷത്രങ്ങളുമെല്ലാം അവയുടെ രീതിയിൽ ആ കടമ നിർവഹിക്കുന്നുണ്ട്. ശരിക്കും? അപ്പൊ നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നാണോ? തീർച്ചയായും. ദൈവം മനുഷ്യനിൽ നിന്ന് മറ്റെന്തോ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ കടമ. ഇവിടെയാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ വാക്ക് കടന്നുവരുന്നത് എന്ന് സ്രോതസ് പറയുന്നു. ഓഹോ, അതേതാണ് ആ വാക്ക്? ആ വാക്കാണ് മുൻകൈയെടുക്കൽ, അതായത് പ്രോആക്റ്റീവ്നെസ്. ആരും നമ്മളോടിത് ചെയ്യണം എന്ന് വന്ന് പറയില്ല, നമ്മൾ തന്നെ അത് കണ്ടെത്തണം. മുൻകൈയെടുക്കൽ കോർപ്പറേറ്റ് ലോകത്ത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാക്കാണത്. മാനേജർമാർ എപ്പോഴും ജീവനക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ കുറച്ചുകൂടി പ്രോആക്റ്റീവ് ആവണമെന്ന്. അതെ, എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ അതിനെ എന്തുകൊണ്ടാണ് സ്രോതസ് ഏറ്റവും അപകടകരമായ വാക്ക് എന്ന് വിളിക്കുന്നത്? അതിലെന്താണ് ഇത്ര ഭയപ്പെടാനുള്ളത്? കാരണം മുൻകൈയെടുക്കുക എന്നത് നിങ്ങളുടെ എല്ലാ ന്യായീകരണങ്ങളെയും ഇല്ലാതാക്കുന്നു. ആരെങ്കിലും നിങ്ങളോടൊരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ ആ ജോലി പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ ആളെ കുറ്റപ്പെടുത്താം. അതെ, മാനേജർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് എളുപ്പം പറയാം. കൃത്യം. അവിടെ നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാം. എന്നാൽ നിങ്ങൾ സ്വയം മുൻകൈയെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയം സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ആ ഭാരം വളരെ വലുതാണ്. അത് ശരിയാണ്. മറ്റൊരാളുടെ നിർദ്ദേശത്തിനായി കാത്തിരിക്കാതെ സ്വയം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോകുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്.
നിങ്ങൾക്കവിടെ വിരൽ ചൂണ്ടാൻ മറ്റാരും ഉണ്ടാകില്ല. വാവ്, അതൊരു വലിയ തിരിച്ചറിവാണ്. സ്വന്തം പ്രവൃത്തികളുടെ ഭാരം സ്വയം ചുമക്കുക എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ അപകടം. ഇവിടെ കാര്യങ്ങൾ ശരിക്കും കൂടുതൽ കൗതുകകരമാവുകയാണ്. അതെ. പക്ഷേ എനിക്കൊരു മറുചോദ്യമുണ്ട്. എനിക്ക് ഒരു ഓഫീസിൽ എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ട് എന്റെ ജോലി എന്താണെന്ന് കൃത്യമായി പറയാതിരിക്കുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തെ ഒരു വലിയ വീഴ്ചയല്ലേ? അത് പലർക്കും തോന്നാവുന്നൊരു സംശയമാണ്. എന്തുകൊണ്ടാണ് ആ സിഇഒ നേരിട്ട് വന്ന് ഇതാണ് നിന്റെ ടാസ്ക്, ഇത് നീ ചെയ്യണം എന്ന് പറയാത്തത്? അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ജോലി എളുപ്പമായേനെ, ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അവിടെയാണ് നമ്മൾ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായൊരു ലിസ്റ്റ് നൽകിയാൽ പിന്നെ അവിടെ നിങ്ങളുടെ വ്യക്തിപരമായ കഴിവുകൾക്കോ ചിന്തകൾക്കോ എന്താണ് പ്രസക്തി? അത് ശരിയാണല്ലോ. നമ്മൾ വെറും യന്ത്രങ്ങളെപ്പോലെയാകും. അതെ, മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഒരു ലിസ്റ്റ് ലഭിച്ചാൽ റോബോട്ടുകളെപ്പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നത് മാത്രമായി ചുരുങ്ങില്ലേ മനുഷ്യജീവിതം? സ്രോതസ് പരോക്ഷമായി നൽകുന്ന ഉത്തരമിതാണ്. തന്റെ ജീവന്റെയും ലോകത്തിന്റെയും ലക്ഷ്യം സ്വയം കണ്ടെത്തുക എന്നത് തന്നെയാണ് ആ സിഇഒ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് വിശകലനം ചെയ്യാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്, ചുറ്റുമുള്ള ലോകത്തെ കാണാനുള്ള കണ്ണുകൾ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്വയം മുൻകൈയെടുത്ത് എന്തു ചെയ്യണമെന്ന് കണ്ടെത്തണം. അത് നിങ്ങളുടെ ബുദ്ധിക്കും വിവേകത്തിനുമുള്ള പരീക്ഷണമാണ്. നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തുവരുന്നത് ആ അന്വേഷണത്തിലാണ്. അപ്പോ എന്ത് ചെയ്യണം എന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം. പക്ഷേ നമ്മൾ അതെവിടെ പോയി അന്വേഷിക്കും? സ്വന്തം ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടി നമ്മൾ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് യാത്ര പോകുകയോ അല്ലെങ്കിൽ വലിയ വലിയ ഫിലോസഫി പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ എങ്ങോട്ടും പോണ്ട ആവശ്യമില്ല. അപ്പോ സ്വന്തം ടാസ്കുകൾ കണ്ടെത്താനുള്ള എന്തെങ്കിലും പ്രായോഗികമായ വഴി സ്രോതസ് പറയുന്നുണ്ടോ? ടാസ്കുകൾ അന്വേഷിച്ച് നാം എങ്ങോട്ടും പോകേണ്ടതില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ആശ്വാസം. ലോകത്തിന്റെ അറ്റം വരെ നമ്മൾ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ടാസ്കുകൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. എന്നുവെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെയുണ്ടെന്നാണോ? അതെ. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ നോക്കൂ. ദാരിദ്ര്യം, ആളുകൾക്കിടയിലുള്ള ആശയക്കുഴപ്പങ്ങൾ, അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി, അതായത് AI കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങളും അതുവഴി ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടങ്ങളും. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ അവസരം. ലോകം മുഴുവൻ ഒറ്റയടിക്ക് മാറ്റണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനം. വലിയ കാര്യങ്ങൾ ചെയ്യാനായി കാത്തിരിക്കാതെ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുക. ഇതിന് സ്രോതസ്സിൽ നൽകിയിട്ടുള്ളൊരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു കടുത്ത വേനൽക്കാലത്ത് സ്വന്തം വീടിനടുത്ത് ഉണങ്ങിപ്പോകുന്നൊരു മരത്തിന്റെ ഉദാഹരണം. അതെ, വളരെ ലളിതമായൊരു ഉദാഹരണമാണത്. സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഉണങ്ങുന്ന മരം കാണുമ്പോൾ നമ്മൾ പറയും, കണ്ടില്ലേ, മുനിസിപ്പാലിറ്റിക്കാർക്ക് ഇതിനൊന്ന് വെള്ളമൊഴിച്ചുകൂടെ? സർക്കാരിന് ഒരു ഉത്തരവാദിത്വവുമില്ല, നികുതിപ്പണം വെറുതെ കളയുകയാണ്. അതെ, നമ്മളൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണത്. അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച് സമയം കളയുമെന്നല്ലാതെ നമ്മളൊന്നും ചെയ്യില്ല. ചെറിയ ഉദാഹരണത്തിൽ വലിയൊരു പാഠമുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള കുറവുകളെ വിമർശിക്കാൻ മിടുക്കരാണ്. പക്ഷെ മുനിസിപ്പാലിറ്റിയെ കുറ്റപ്പെടുത്തുന്നതിനു പകരം സ്വയം മുൻകൈയെടുത്ത് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ആ മരം നനയ്ക്കാൻ തയ്യാറാവുന്നതാണ് യഥാർത്ഥ പ്രോആക്റ്റീവ്നെസ് എന്ന് സ്രോതസ് പറയുന്നു. അതായത് നമ്മൾ പരാതിപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാകാം ശരിക്കും നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് അല്ലേ? തീർച്ചയായും. മറ്റുള്ളവരുടെ വീഴ്ചകളെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ ഇടപെടേണ്ട, നമ്മൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളായിരിക്കാം. നമ്മൾ ആ മരം ഉണങ്ങുന്നത് കണ്ടിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ തന്നെ വീഴ്ചയായിരിക്കാം. അതെ, ആ മരം അവിടെ ഉണങ്ങുന്നത് ഒരുപക്ഷെ മുനിസിപ്പാലിറ്റിയുടെ വീഴ്ചയായിരിക്കാം. പക്ഷെ നിങ്ങളത് കണ്ടു എന്നത് നിങ്ങളുടെ പരീക്ഷണമാണ്. ആ കുറവ് പരിഹരിക്കാൻ ദൈവം എനിക്ക് നൽകിയ അവസരമായിരിക്കാം അതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ആ മരത്തിന് വെള്ളമൊഴിക്കുമ്പോൾ നിങ്ങൾ ആ വലിയ സിഇഒയുടെ കമ്പനിയിലെ ഒരു മികച്ച ജീവനക്കാരനായി മാറുകയാണ്. അത് ശരിയാണ്. നിങ്ങൾ ആ കമ്പനിയുടെ ഒരു ചെറിയ പ്രശ്നം സ്വന്തം നിലയ്ക്ക് പരിഹരിക്കുകയാണ്. അത് ആരും കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ ആത്യന്തികമായ പെർഫോമൻസ് റിവ്യൂവിൽ
അത് രേഖപ്പെടുത്തപ്പെടും. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഇതിനെ നമുക്കൊരു സോഫ്റ്റ്വെയർ കമ്പനിയുമായി ഉപമിക്കാമെന്നാണ്. അതെങ്ങനെയാണ്? അതായത് നിങ്ങളൊരു IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്ന് കരുതുക. പ്രോജക്റ്റിൽ നിങ്ങളൊരു തകരാറ് അല്ലെങ്കിൽ ഒരു ബഗ് കാണുന്നു. ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്തി സിസ്റ്റത്തിൽ ഒരു ടിക്കറ്റ് ഉണ്ടാക്കി മറ്റുള്ളവർ വന്ന് അത് പരിഹരിക്കാനായി കാത്തിരിക്കുന്നതിനു പകരം ശരി. സ്വയം ആ കോഡ് പരിശോധിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്നതിനോട് ഇതിനെ ഉപമിക്കാമോ? ശ്രോതാക്കൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് തോന്നുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഒരു കമ്പനിയിൽ നമ്മൾ കോഡ് തിരുത്തുന്നത് പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലെ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്. മറ്റൊരാളുടെ ജോലിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ സ്വന്തം കമ്പനിയുടെ പ്രശ്നമായി അതിനെ കാണുക. ആഹാ, അതൊരു നല്ല കാഴ്ചപ്പാടാണ്. ദൈനംദിന ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നതാണ്. നിങ്ങളുടെ അയൽക്കാരൻ ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ, ഓഫീസിൽ ഒരു പുതിയ സഹപ്രവർത്തകൻ എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വഴിയിലൊരു അപകടം കാണുമ്പോൾ, ഇതിനെയൊക്കെ വെറും കാഴ്ചകളായി കാണാതെ ഇവിടെ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. പരാതി പറയുന്നവരിൽ നിന്ന് പരിഹാരം കാണുന്നവരിലേക്ക് മാറുക, അല്ലേ? അതെ, അതാണ് ആ വലിയ പെർഫോമൻസ് റിവ്യൂവിൽ നിങ്ങൾക്ക് മികച്ച ഗ്രേഡ് നേടിത്തരാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. ജോലിസ്ഥലത്തെ മീറ്റിംഗുകളോടുള്ള നമ്മുടെ ഭയത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ നിന്ന് നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലല്ല, മറിച്ച് വിലയിരുത്തുന്ന ആളുടെ കാഴ്ചപ്പാടിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതെ, ആ കേക്കിന്റെ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമായി. കൃത്യം. നമ്മളുണ്ടാക്കിയ കേക്കിന്റെ ഉദാഹരണത്തിലൂടെ നമ്മുടെ ന്യായീകരണങ്ങൾക്കല്ല, യഥാർത്ഥ ഫലത്തിനാണ് പ്രാധാന്യമെന്ന് അത് കൂടുതൽ വ്യക്തമായി. പിന്നീട് ഈ ജീവിതം എന്ന മനോഹരമായ ഓഫീസിലെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ആരും പറഞ്ഞു തരില്ലെന്നും അത് സ്വയം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ടാസ്ക് എന്നും നമ്മൾ ചർച്ച ചെയ്തു. അതെ, മുൻകൈ എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആഹാ, അതിനായി എവിടെയും പോകേണ്ടതില്ല. വഴിയരികിൽ ഉണങ്ങുന്ന ഒരു മരത്തിന് വെള്ളമൊഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ആ പരമോന്നതനായ സിഇഒയുടെ ടാസ്ക് എങ്ങനെ പൂർത്തിയാക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി. ഈ ചർച്ച കേൾക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഈ ആശയങ്ങളെ എങ്ങനെ കൊണ്ടുവരാമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന അസൗകര്യങ്ങളെയോ ചുറ്റുമുള്ള പ്രശ്നങ്ങളെയോ നിങ്ങൾ ഇനി എങ്ങനെയാകും നോക്കിക്കാണുക? അവ വെറും നിങ്ങളെ അലോസരപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുകളാണോ? അതോ നിങ്ങൾ സ്വയം മുൻകൈയെടുത്തു എന്ന് തെളിയിക്കാനായി കാത്തിരിക്കുന്ന ടാസ്കുകളാണോ? ആ വലിയ മീറ്റിംഗിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച സുവർണാവസരങ്ങളാണോ അവ? അല്ലേ, ഈ ചോദ്യം നിങ്ങളുടെ ചുറ്റുപാടുകളെ പുതിയ രീതിയിൽ കാണാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരാതികൾക്ക് പകരം പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. എന്നാൽ ഇന്നത്തെ ഈ ഡീപ്പ് ഡൈവ് അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കാനായി ഒരു പുതിയ ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. പറയൂ. ഞങ്ങളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഞങ്ങളുടെ ടാസ്ക് എന്ന് സ്രോതസ് പറയുന്നു. എന്നാൽ ഒരേ പ്രശ്നം പരിഹരിക്കാൻ രണ്ടുപേർ തികച്ചും വിരുദ്ധമായ രണ്ട് വഴികൾ തിരഞ്ഞെടുക്കുകയും അതവർ തമ്മിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ഓഹോ, അതൊരു വലിയ ചോദ്യമാണല്ലോ. ആ അന്തിമ വിലയിരുത്തലിൽ, ആ വലിയ പെർഫോമൻസ് റിവ്യൂവിൽ ആ ഉന്നതനായ സിഇഒ പരിഗണിക്കുന്നത് നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാൻ കാണിച്ച നല്ല ഉദ്ദേശത്തെയാണോ അതോ ആ പ്രവൃത്തി വരുത്തിവെച്ച ഫലത്തെയാണോ? അതൊരു ആഴത്തിലുള്ള ചിന്ത തന്നെയാണ്. അതെ, ഈയൊരു ചിന്ത നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ടാസ്കുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണാം.